ഗുഡ് മോർണിംഗ്. ഹാപ്പി സൺഡേ. ഇതെന്താണ് ഇഞ്ചു തലയ്ക്ക് വല്ല ഓളമട്ടെങ്ങാനും ഉണ്ടോ എന്ന് അമ്മ ചോദിക്കുമായിരുന്നു ഞാൻ ദേ ഈ ചെയ്യുന്ന പരിപാടി കണ്ടിട്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്ത് നിറയെ ബൊഗെയിൻവില്ല വീണ് കിടക്കണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ അത് പെറുക്കിക്കൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ വട്ട് കാണിക്കുമായിരുന്നു. എന്തായാലും ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. എന്നാൽ പിന്നെ ഇങ്ങനെ ഇരട്ടിപ്പണി ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസം. എനിക്ക് ഇതേപോലത്തെ ഹൈറ്റുള്ള ചൂല് കിട്ടിയത് പിന്നെ അടിച്ചു വരാൻ നല്ല ഇഷ്ടമാണ്. അല്ലെങ്കിലും പൊതുവേ എനിക്ക് ഗാർഡൻ പണികളിൽ ഇഷ്ടം ഇതുപോലത്തെ ക്ലീനിങ് പരിപാടീസാണ് കേട്ടോ. നടുക നനയ്ക്കുക എന്നതിനേക്കാളൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്ന് എന്തായാലും പണിയെടുക്കാൻ നല്ല മൂഡുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ച് മാറ്റിയിട്ട് മണ്ണൊന്ന് കിളച്ചിട്ടിട്ട് ചീരവിത്ത് പാകി കൊടുക്കാന്ന്. ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിരിക്കുന്നുണ്ടാവും എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ. ഒരു തവണ നമ്മുടെ ചീര നല്ല ഗംഭീരമായിട്ട് വിളവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചീര നടുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ ചീരവിത്ത് പാകുന്നു, അത് മുളയ്ക്കാതിരിക്കുന്നു. പിന്നെ ഞാൻ ചീരവിത്ത് പാകുന്നു, അത് മുളയ്ക്കാതിരിക്കുന്നു. ഇതാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റിപ്പീറ്റേഷൻ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 10 വട്ടം ചെയ്തതിന് ശേഷമായിരിക്കും അതൊന്ന് സക്സസ് ആവുക. ഇപ്പോൾ ഞാൻ ഈ ചീരവിത്ത് പാകുന്ന വീഡിയോ കണ്ടിട്ട് ഇനി ഒരാഴ്ചത്തേക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും ചീരവിത്ത് എന്തായി, മുളച്ചോ എന്ന് അന്വേഷണം ചോദിക്കുമ്പോൾ ഞാൻ ബബ്ബ അടിക്കും. കാരണം എൻ്റെ ചീരവിത്ത് മുളയ്ക്കില്ലോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മിക്കവാറും ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാനായിരിക്കും ചാൻസ്. പക്ഷെ ചെറിയൊരു ഹോപ്പ് എവിടേക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയുടെ കാര്യം കുറേ പേര് ചോദിച്ചു. മല്ലി മറ്റേ മുളച്ചൊന്നുമില്ല, നല്ല പുല്ലിങ്ങനെ മുളച്ച് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ മലയുടെ സൈഡിൽ ആ പുല്ലങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന്. അതിന് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ദേ ഞാൻ ചീരവിത്ത് അവിടെ വെക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വെണ്ടയുടെ വിത്ത് കിട്ടി. അത് ഞാൻ കൊണ്ട് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുളയ്ക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എന്തായാലും എൻ്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.